महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. ഏകചക്രയിലെ ജനങ്ങൾക്ക് ഭഗൻ വധിക്കപ്പെട്ടു എന്നത് ശരിക്കും അവിശ്വസനീയമായി തോന്നി. അതുകൊണ്ട് തന്നെ അത് മനസ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് അവർ വലിയൊരു ഉത്സവം ആഘോഷിച്ചു. അങ്ങനെ ഈ പാണ്ഡവരും ആ ഉത്സവമൊക്കെ കണ്ട് അങ്ങനെ സന്തോഷിച്ചു. എന്നാൽ പിന്നെയും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ വേദാധ്യയനവും മറ്റുമൊക്കെയായി അവരങ്ങനെ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെ ഒരു പരദേശി ബ്രാഹ്മണൻ പാണ്ഡവർ താമസിക്കുന്ന ഈ ബ്രാഹ്മണന്റെ വീട്ടിൽ എത്തുകയാണ്. അന്ന് ആ പരദേശി അവിടെ താമസിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ താൻ പോയ ദേശങ്ങളിലെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇരുന്നപ്പോൾ പാണ്ഡവരും കുന്തിയും ചുറ്റും കൂടി വിശേഷങ്ങളൊക്കെ കേട്ടു. ഇതിൽ പ്രധാനമായും പറഞ്ഞത് പാഞ്ചാല രാജാവിന് അഗ്നിയിൽ നിന്ന് 2 മക്കൾ ഉണ്ടായി, അതിൽ കൃഷ്ണയുടെ സ്വയംവരമാണ് എന്ന് പറഞ്ഞപ്പോൾ പാണ്ഡവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് യാഗാഗ്നിയിൽ നിന്ന് 2 മക്കൾ ഉണ്ടായത്? അപ്പോൾ ഇത് പറയുന്നതിന് മുൻപായിട്ട് ആ പരദേശി ബ്രാഹ്മണൻ ആദ്യം ദ്രുപദനാരാണെന്നും ഒപ്പം ദ്രുപദനും ദ്രോണനും തമ്മിലുണ്ടായ പഴയകാല സഖ്യവും പിന്നീട് ദ്രോണരുടെ ജീവചരിത്രം ഒന്നുകൂടെ പറയുന്നുണ്ട്. അതായത് മഹാഭാരതത്തിൽ ഒന്നുകൂടെ ദ്രോണന്റെ ചരിത്രം പറയുന്നു. അത് കഴിഞ്ഞ് പറയുകയാണ്, ഇത് പാണ്ഡവരാണ് എന്നറിയാതെ പറയുന്നു, ശിഷ്യന്മാരായ പാണ്ഡവരുടെ സഹായത്തോടെ ദ്രോണർ ദ്രുപദനെ പിടിച്ചുകെട്ടി ആ രാജ്യം സ്വന്തമാക്കി. എന്നാൽ ഒരു ഔദാര്യം എന്നതുപോലെ ആ പകുതി രാജ്യത്തെ ദ്രുപദന് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഇതുവരെയാണ് നമുക്ക് അറിയാവുന്നത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആ ബ്രാഹ്മണൻ പറയുകയാണ്. ശരിക്കും ദ്രോണർ തന്നെ തോൽപ്പിച്ചത് ദ്രുപദന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അപമാനഭാരത്താൽ വല്ലാതെ ദുഃഖിതനായ ആ ദ്രുപദന് മനസ്സിലായി, ക്ഷത്രബലത്തെക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് തപോബലം. തനിക്ക് അതില്ലാത്തതാണ് ദ്രോണരുടെ മുന്നിൽ തോൽക്കാൻ കാരണം എന്ന് ദ്രുപദന് മനസ്സിലായി. അതുകൊണ്ട് തനിക്ക് ക്ഷത്രബലം മാത്രമേ ഉള്ളൂ, എന്നാൽ തപോബലം ഉള്ള ഋഷിമാരെ വെച്ച് ഒരു യാഗം ചെയ്യണം, എന്നിട്ട് ദ്രോണരെ വധിക്കാനുള്ള ഒരു മകനെ ഞാൻ നേടും. ഇങ്ങനെയൊരു ആഗ്രഹം വെച്ച് ദ്രുപദൻ പലയിടത്തും അലഞ്ഞു നടന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഗംഗാതീരത്ത് ഒരു ബ്രാഹ്മണന്മാർ കൂടി താമസിക്കുന്ന ഒരു ഗ്രാമം കാണുകയാണ്. അവിടെ ചെന്നപ്പോൾ ഉത്തമരായ 2 ബ്രഹ്മർഷിമാർ യാജൻ, ഉപയാജൻ ഇവരെ കണ്ടു. അതിൽ യാജൻ കുറച്ച് തിരക്കിലായിരുന്നു. അനുജനായ ഉപയാജനോട് തൻ്റെ ആഗ്രഹം ദ്രുപദൻ പറഞ്ഞു. എത്ര പണം വേണമെങ്കിലും തരാം, എത്ര ഗോക്കളെ വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉപയാജൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള പ്രതിഫലത്തിലൊന്നും താല്പര്യമില്ല. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ പ്രതിഫലം എന്ത് തന്നെയായാലും അത് സ്വീകരിച്ച് താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ദ്രുപദൻ യാജനെ സമീപിച്ചു. അങ്ങനെ യാജനോട് ഞാൻ ഇന്നതൊക്കെ തരാം എന്ന് പറയേണ്ട താമസം യാജൻ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ വരാം, നമുക്കൊരു യാഗം നടത്താം. അങ്ങനെ യാജൻ്റെ ഒരു പരികർമ്മി എന്ന നിലയിൽ ഉപയാജനും കൂടെ പോവുകയാണ്. അങ്ങനെ ഗംഭീരമായ ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കെ അവസാന ദിവസം ആയപ്പോൾ യാജൻ ദ്രുപദൻ്റെ ഭാര്യയോട് പറഞ്ഞു, ദേവി എത്രയും പെട്ടെന്ന് വരൂ, ഇതാ ഈ യാഗാഗ്നിയിൽ നിന്ന് നിങ്ങൾക്ക് ഇരട്ടകളാണ് പിറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ദേവി പറഞ്ഞു,
ഒരു നിമിഷം നിൽക്കൂ, ഞാൻ അംഗശുദ്ധി വരുത്തിയിട്ട് വരാം. ആ സമയം യാചൻ പറഞ്ഞു, അതിനൊന്നും സമയമില്ല, എന്തായാലും ദേവി നിൽക്കുകയോ പോവുകയോ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് പോയി. അതേസമയം ഏതാനും നിമിഷങ്ങൾക്കകം ആ യാഗാഗ്നിയിൽ നിന്ന് അതിസുന്ദരനായ അഗ്നിയുടെ തേജസ്സോടുകൂടി ഒരു യുവാവ് പുറത്തേക്ക് വന്നു. ആ യുവാവ് പുറത്തേക്ക് വന്നതും ഒരു അശരീരിയുണ്ടായി. ഇവൻ ദ്രോണനെ വധിക്കാൻ ജനിച്ചവനാണ്. ഈ യുവാവ് ഉടനെ തന്നെ പുറത്തേക്ക് വന്ന് തൻ്റെ രഥത്തിൻ്റെ മുകളിൽ കയറി ഉടനെ തന്നെ അവിടെയെല്ലാം വലം വെച്ച് വന്നു എന്നാണ്. അതായത് തൻ്റെ ആ വീരപരാക്രമം വന്നപ്പോൾ തന്നെ കാണിച്ചു. അങ്ങനെ ജനിച്ച ആ മകനാണ് ധൃഷ്ടദ്യുമ്നൻ. മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അഗ്നിദേവനാണ് ധൃഷ്ടദ്യുമ്നനായിട്ട് ജനിച്ചത്. ഇങ്ങനെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണവർണ്ണത്തോടുകൂടി, അതായത് നല്ല സുന്ദരമായ കാർമേഘത്തിൻ്റെ അഴകോടുകൂടി അതിസുന്ദരിയായിട്ട് ഒരു സ്ത്രീരത്നവും ആ യാഗാഗ്നിയിൽ നിന്ന് അഗ്നി തേജസ്സോടുകൂടി പുറത്തേക്ക് വന്നു. ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ഇവൾ ദേവകാര്യം നടപ്പിലാക്കാൻ ഭൂമിയിൽ വന്നവളാണ്. ഇവൾ ക്ഷത്രകുലത്തെ നശിപ്പിക്കും. കൗരവരുടെ അന്ത്യത്തിന് കാരണമാകുന്നത് ഇവളായിരിക്കും. അങ്ങനെ കൃഷ്ണവർണ്ണത്തോടു കൂടിയവളായതുകൊണ്ട് ഇവൾ കൃഷ്ണ എന്ന് അറിയപ്പെടും. സത്യത്തിൽ കൃഷ്ണയായി ജനിച്ച സംഹാരമൂർത്തി സത്യത്തിൽ ഭദ്രകാളി തന്നെ എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കാളിയും പിന്നീട് കാലസ്വരൂപം തന്നെയായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനും, അതാണ് കൃഷ്ണയും കൃഷ്ണനും ചേർന്നാണ് മഹാഭാരത യുദ്ധം ഈ രീതിയിൽ എത്താൻ കാരണം കൃഷ്ണയാണ്. അവസാനം ആ ഭാരത യുദ്ധത്തിൽ സർവരെയും സംഹരിച്ചത് കാലസ്വരൂപനായ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു ദൗത്യം പൂർത്തിയാക്കാനായി ജനിച്ച കാളി സ്വരൂപമാണ് കൃഷ്ണ. ഇന്ദ്രന്റെ പത്നിയാണ് ദ്രൗപദിയായി ജനിച്ചത് എന്ന് നമ്മൾ ആമുഖത്തിൽ കണ്ടു. എന്നാൽ ഇന്ദ്രപത്നി എന്നതിനപ്പുറം ആ അഗ്നിയിൽ നിന്ന് ജനിച്ച സാക്ഷാൽ സംഹാരരൂപിണി തന്നെയാണ് കൃഷ്ണ. കൃഷ്ണയുടെ പ്രതികാരവും ഒക്കെയാണ് നമുക്ക് മഹാഭാരതം കഥ അറിയാവുന്നതാണ്. കൃഷ്ണയുടെ പ്രതികാരമാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ രണ്ടുപേരും ജനിച്ചതിന് ശേഷമാണ് ധ്രുപദ രാജാവിൻ്റെ ഭാര്യ അംഗശുദ്ധിയൊക്കെ ചെയ്ത് അവിടെ വന്നത്. അപ്പോൾ ദേവി അഭ്യർത്ഥിച്ചു, ഇവർക്ക് ഞാൻ തന്നെ അമ്മയായി തീരണം. യാചൻ പറഞ്ഞു, അതങ്ങനെ തന്നെയേ വരുള്ളൂ. ഇവർ ദേവിയുടെയും ധ്രുപദ രാജാവിൻ്റെയും മക്കളായി തന്നെ ലോകം അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ വളരെ അതിശയകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ്രോണർക്ക് അറിയാം തന്നെ വധിക്കാനായി പിറന്നവനാണ് ധൃഷ്ടദ്യുമ്നൻ എന്ന്. എന്നിട്ടും ധൃഷ്ടദ്യുമ്നനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അസ്ത്രവിദ്യ പഠിപ്പിക്കുകയാണ് ദ്രോണർ ചെയ്തത്. അതിന് ദ്രോണർ പറഞ്ഞ ഒരു ന്യായം ഇതാണ്: ദൈവത്തെയും അഥവാ വിധിയെയും ഭാവിയെയും തടുക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. ഞാൻ ഇവനെ അസ്ത്രാഭ്യാസം ചെയ്യിച്ചില്ലെങ്കിലും വേറെ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് അവൻ എന്നെ വധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ്റെ ആചാര്യൻ എന്നുള്ള ഒരു പേരും എനിക്കിരിക്കട്ടെ എന്ന രീതിയിലാണ് ദ്രോണാചാര്യർ തന്നെ ധൃഷ്ടദ്യുമ്നനെ എല്ലാ അസ്ത്രവിദ്യയും അത്രയും ആത്മാർത്ഥതയോടെ തന്നെ പഠിപ്പിച്ചത്. ഇങ്ങനെ പാഞ്ചാല ദേശത്തെ വിശേഷങ്ങൾ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഇപ്പോൾ ആ കൃഷ്ണയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിസുന്ദരിയായ കൃഷ്ണയെ വിവാഹം കഴിക്കാൻ എല്ലാ രാജ്യത്തുള്ള രാജാക്കന്മാരും അത്രയധികം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആ പരദേശി ബ്രാഹ്മണൻ അവിടെ അന്ന് താമസിച്ചതിന് ശേഷം പിറ്റേന്ന് അവിടെ നിന്ന് തിരിച്ചുപോയി. ഇങ്ങനെ തങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ പാണ്ഡവർ അസ്വസ്ഥരായി. കാരണം സ്വാഭാവികമായും ക്ഷത്രിയരാണ്. ഒരുപാട് കാലമൊന്നും അവർക്കിങ്ങനെ ഒളിച്ചു താമസിക്കാനോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെതായ സാത്വികമായ കാര്യങ്ങൾ മാത്രം ചെയ്തിരിക്കാനോ സാധിക്കുകയില്ല. ഇതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, അവനവൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രമേ നമുക്ക് സന്തോഷത്തെ തരികയുള്ളൂ.
ഒരു ക്ഷത്രിയൻ ഒരിക്കലും ഇങ്ങനെ ഒളിച്ചിരിക്കാനോ ബ്രാഹ്മണന്മാർ ചെയ്യുന്ന വേദാധ്യയനം തുടങ്ങിയ കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കാനോ സാധിക്കില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ട് കുന്തി പറയുന്നു, നമുക്ക് പാഞ്ചാല ദേശത്തേക്ക് പോകാം. കുറച്ചു നാളായില്ലേ നമ്മൾ ഇവിടെ ഈ ദേശത്ത് വസിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ബ്രാഹ്മണന്റെ അതിഥിയായി ആശ്രിതരായി നമ്മൾ കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഒരിക്കലും ഒരുപാട് കാലമൊന്നും ആരുടെയും ആശ്രിതരായി തങ്ങരുത്. അത് അവർക്കും അങ്ങനെ തങ്ങുന്നവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കുന്തി യുധിഷ്ഠിരനോട് ചോദിച്ചു, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. അങ്ങനെ യുധിഷ്ഠിരൻ തൻ്റെ അനുജന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അവരും പറഞ്ഞു, ശരിയാണ്, നമ്മളിവിടെ കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നൊരു തോന്നലാണ്, നമുക്കിവിടെ നിന്ന് പോകാം. അതേസമയം ഈ ബ്രാഹ്മണ ഗൃഹത്തിൽ ഇവരെ ആക്കുന്ന സമയത്ത് വേദവ്യാസ മഹർഷി പറഞ്ഞത്, 1 മാസം നിങ്ങളിവിടെ തങ്ങൂ, അന്ന് ഞാൻ നിങ്ങളെ കാണാൻ വരുമെന്നാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ച ആ നിമിഷം തന്നെ വ്യാസഭഗവാൻ അവിടെ എത്തുകയാണ്. എന്നിട്ട് വ്യാസഭഗവാൻ അവരോട് കുശല പ്രശ്നമൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, പാഞ്ചാലദേശത്ത് കൃഷ്ണയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. ഈ കൃഷ്ണ ആരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് കൃഷ്ണയുടെ മറ്റൊരു പൂർവജന്മ കഥയാണ് പറയുന്നത്. പക്ഷേ അവിടെ പേരൊന്നും പറയുന്നില്ല. എവിടെയോ ഒരു ഋഷികന്യകയായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. എന്തോ ഒരു ദൗർഭാഗ്യത്താൽ അവൾക്ക് സമയമായിട്ടും വിവാഹപ്രായമായിട്ടും വിവാഹം നടന്നില്ല. അങ്ങനെ അതിൽ ദുഃഖിതയായിട്ട് അവൾ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താനായിട്ട് കഠിനമായ തപസ് അനുഷ്ഠിച്ചു. അവളുടെ തപസ്സിൽ സംപ്രീതനായിട്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ അറിയാതെ 5 തവണ ഭർത്താരം ദേഹി ഭർത്താരം ദേഹി എന്നിങ്ങനെ പറഞ്ഞു പോലും. അപ്പോൾ തനിക്ക് സർവഗുണങ്ങളും തികഞ്ഞ ഒരു ഭർത്താവിനെ വേണം എന്നേ അവൾ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ മഹാദേവൻ പറഞ്ഞു, ദേവി ഇനിയൊരു ജന്മത്തിൽ, ആ ജന്മത്തിലുമല്ല, ഇനിയൊരു ജന്മത്തിൽ ദേവി ആഗ്രഹിച്ചതുപോലെ എല്ലാ ഗുണഗണങ്ങളും ഉള്ള 5 ഭർത്താക്കന്മാരെ നിനക്ക് ലഭിക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ ആ പെൺകുട്ടി ദുഃഖിതയായിട്ട് ചോദിച്ചു, അതിന് ഞാൻ ഒരു ഭർത്താവിനെ വേണം എന്നല്ലേ പ്രാർത്ഥിച്ചത്? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, എന്നാൽ ദേവി പോലും അറിയാതെ പറഞ്ഞത് 5 തവണയാണ്. അതുകൊണ്ട് ആ ആഗ്രഹം വ്യർത്ഥമാവുകയില്ല. ഇതുകൊണ്ടാണ് പറയുന്നത്, ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. എന്താണോ നമുക്ക് വേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ചിന്ത, ഒരു ബോധമുണ്ടാവണം. അങ്ങനെയേ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് വേദവ്യാസ മഹർഷി പറഞ്ഞു, ആ പെൺകുട്ടിയാണ് കൃഷ്ണയായി പുനർജനിച്ചിരിക്കുന്നത്. ആ കൃഷ്ണയ്ക്ക് നിങ്ങൾ 5 പേരാണ് ഭർത്താക്കന്മാരായി തീരേണ്ടത് എന്ന ആ ഒരു രഹസ്യവും അവരോട് പറയുകയാണ്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഇവർ പാഞ്ചാല ദേശത്തേക്ക് പോകേണ്ട സമയമായി എന്ന ഒരു സൂചന വ്യാസഭഗവാൻ അവിടെ വന്ന് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ യാത്ര ഈശ്വര നിശ്ചയമാണ് എന്ന് ചിന്തിച്ച് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇങ്ങനെ പാഞ്ചാല രാജ്യത്തേക്കുള്ള യാത്രാമധ്യേ ഏകദേശം സന്ധ്യാസമയമായപ്പോൾ ഗംഗാതീരത്തെത്തി. മുൻപിൽ തീക്കൊള്ളി പിടിച്ച് വഴി കാണിച്ചുകൊണ്ട് അർജുനൻ നടക്കുകയാണ്. പിന്നാലെ പാണ്ഡവരും കുന്തിയും. ഇങ്ങനെ ഗംഗാതീരത്തെത്തിയപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ ഇവരെ തടഞ്ഞു. ഗന്ധർവൻ പറഞ്ഞു, ഈ സമയം മനുഷ്യർക്ക് വഴി നടക്കാൻ പാടില്ലാത്ത സമയമാണ്. ഇത് ഞങ്ങൾ ഗന്ധർവന്മാർക്കും രക്ഷസ്സുകൾക്കും നടക്കാനുള്ള സമയമാണ്. ഈ ഗംഗാതീരവും ഈ സ്ഥലവുമൊക്കെ എൻ്റെ അധീനതയിലാണ്. എൻ്റെ പേര് അങ്കാരവർണ്ണൻ എന്നാണ്. അതുകൊണ്ട് ഈ കാടിന് അങ്കാരവർണ്ണം എന്നാണ് പേര് എന്നൊക്കെ ഈ ഗന്ധർവൻ വളരെ അഹങ്കാരത്തോടുകൂടെ പറഞ്ഞു. ഇത് അർജുനന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അർജുനൻ ചോദിച്ചു, ഗംഗാനദിയും കാടുമൊക്കെ എങ്ങനെയാണ് ഒരാളുടെ സ്വകാര്യ സ്വത്തായി മാറുന്നത്? ഇതൊക്കെ പൊതു സ്വത്താണ്.
ഇവിടെ വഴി നടക്കാൻ പാടില്ല എന്ന് പറയാനൊന്നും അങ്ങേക്ക് അധികാരമില്ല. ഇത് കേട്ടപ്പോൾ ഗന്ധർവന് ദേഷ്യം വന്ന് ഈ അർജുനനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അർജുനനാകട്ടെ തൻ്റെ കയ്യിലെ ആഗ്നേയാസ്ത്രം ആ ഗന്ധർവന് നേരെ പ്രയോഗിച്ചു. ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച ഉടനെ തന്നെ ഗന്ധർവന്റെ തേര് അഗ്നിക്കിരയായി. അങ്ങനെ തേര് നഷ്ടപ്പെട്ട ആ ഗന്ധർവൻ തലകുത്തി താഴേക്ക് വീഴുകയാണ്. ഇങ്ങനെ തലകുത്തി താഴേക്ക് വീഴുന്ന അവൻ്റെ തലമുടി പിടിച്ച് വലിച്ച് ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ മുന്നിലേക്ക് അർജുനൻ ഇട്ടുകൊടുത്തു. ഈ സമയം ഗന്ധർവന്റെ ഭാര്യ കുംഭീനസി എന്ന ആ ഗാന്ധർവി വന്നിട്ട് യുധിഷ്ഠിരൻ്റെ കാല് പിടിച്ച് അപേക്ഷിച്ചു, എൻ്റെ ഭർത്താവിനെ വധിക്കരുത്, മാപ്പാക്കണം എന്നൊക്കെ പറയും. അപ്പോൾ യുധിഷ്ഠിരൻ അർജുനനോട് പറഞ്ഞു, ഒരു സ്ത്രീ ഇങ്ങനെ യാചിക്കുമ്പോൾ നീ അവനെ കൊല്ലരുത്, കാരണം അതവൻ്റെ ദുര്യോഗമാണ്. അങ്ങനെ ദുര്യോഗത്തിലിരിക്കുന്ന ഒരാളെ കൊന്നതുകൊണ്ട് അതിലൊരു ധീരതയും ഇല്ല, അവനെ വെറുതെ വിടാം എന്ന് പറഞ്ഞ് ആ ഗന്ധർവനോട് പറഞ്ഞു. സ്വയം പറയുകയാണ്, കുരു രാജാവായ യുധിഷ്ഠിര രാജാവിത നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തനിക്കുമേൽ ഈ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചത് സാക്ഷാൽ അർജുനനാണെന്ന് ആ ഗന്ധർവന് മനസ്സിലാകുന്നു. അങ്ങനെ തൻ്റെ അഹങ്കാരമൊക്കെ നശിച്ച ആ ഗന്ധർവൻ പറഞ്ഞു, ഇനിമേലിൽ ആരുടെ മുന്നിലും ഞാൻ എൻ്റെ ഈ അഭിമാനം അല്ലെങ്കിൽ ഞാൻ അങ്കാരപർണനാണ് എന്നൊക്കെയുള്ള പേരൊന്നും ഉപയോഗിക്കുകയില്ല, അതിനുള്ള അർഹത എനിക്കില്ല എന്നൊക്കെ പറയും. അതിനുശേഷം തനിക്ക് പ്രാണൻ തിരിച്ചു നൽകിയതിൽ സന്തോഷിച്ച് ഈ അങ്കാരപർണൻ പറയും, ഞാൻ ചിത്രരഥം ഉള്ളവനായിരുന്നു, പക്ഷേ ആ രഥം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ആ വിദ്യ ഞാൻ തപസ് ചെയ്ത് നേടിയതാണ്. ഈ രഥം എന്നത് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു രഥമാണ്. ഈ രഥം ഞാൻ അങ്ങേക്ക് ദാനമായിട്ട് സമ്മാനമായിട്ട് തരികയാണ്. അതുകൂടാതെ ചാക്ഷുഷി വിദ്യ എന്നൊരു വിദ്യയും ഞാൻ അങ്ങേക്ക് സമ്മാനിക്കുന്നതാണ്. ഈ ചാക്ഷുഷി വിദ്യ കൊണ്ട് 3 ലോകത്തിലുമുള്ള കാഴ്ചകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാറാകും. ഇങ്ങനെയൊരു വിദ്യ കയ്യിലുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ദേവന്മാർക്ക് തുല്യരായത്. ഈ വിദ്യയും ഞാൻ താങ്കൾക്ക് തരുന്നു. എന്നാൽ ഇത് നേടാനായിട്ട് 6 മാസം അങ്ങ് തപസ് ചെയ്യണം, അതിനുശേഷം ഞാനിത് തരുന്നതാണ് എന്നൊക്കെ ആ ഗന്ധർവൻ ഇവരോട് പറഞ്ഞു. ഒപ്പം തന്നെ മറ്റു പാണ്ഡവരോടും പറഞ്ഞു, നിങ്ങൾക്കും വിശിഷ്ടമായ അശ്വങ്ങളെ ഞാൻ തരുന്നതാണ്. ഈ അശ്വങ്ങൾ ഒരിക്കലും ക്ഷീണിക്കുകയില്ല, അതാണ് അവയുടെ ഒരു പ്രത്യേകത എന്നൊക്കെ പറയും. അപ്പോൾ അർജുനൻ ഈ ഗന്ധർവനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങ് തടഞ്ഞത്? ഇതിനു മുൻപും പലരും ഈ വഴി പോയിട്ടുണ്ടല്ലോ, അവരെ ഒന്നും തടയാത്തത് എന്തുകൊണ്ടാണ്? ഇത് കേട്ടപ്പോൾ ഗന്ധർവൻ പറഞ്ഞു, അഗ്നി, ആഹുതി, ആചാര്യൻ ഇവയോടുകൂടെ വരുന്ന ഒരാളെയും ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ആചാര്യനില്ല, ഒരു പുരോഹിതനില്ല. അതിൻ്റെ ഒരു കുറവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ അടുത്ത് ദേവല മഹർഷിയുടെ അനുജൻ ധൗമ്യ മഹർഷി തപസ് ചെയ്യുന്നുണ്ട്. ഉൽക്കോച തീർത്ഥത്തിന് അടുത്താണ് ധൗമ്യ മഹർഷിയുടെ ആശ്രമം. നിങ്ങൾ അവിടെ പോയി കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ പുരോഹിതനായിട്ട് വരിക്കണം. ഈ സമയത്ത് ഗന്ധർവൻ തനിക്ക് ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു തരണമെന്ന് അർജുനനോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്നതിനുള്ള ഒരു സമ്മാനം എന്ന നിലയ്ക്ക് ഒപ്പം ഈ അശ്വങ്ങളും ചാക്ഷുഷി വിദ്യയും ഒക്കെ തരുന്നു എന്നതിനാലും തിരിച്ച് അർജുനൻ ആഗ്നേയാസ്ത്രത്തിൻ്റെ വിധിയൊക്കെ ഈ ഗന്ധർവന് ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ തിരിച്ച് പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞങ്ങളത് സ്വീകരിച്ചു കൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് ആ ഗന്ധർവനോട് യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. ഉൽക്കോച തീർത്ഥത്തിലെത്തി ധൗമ്യ മഹർഷിയെ കണ്ട് കാര്യം പറഞ്ഞു. ധൗമ്യ മഹർഷിയും ഇവർക്ക് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ട് ഇവരുടെ കൂടെ തന്നെ പുരോഹിതനായിട്ടിരിക്കാം എന്ന് സമ്മതിച്ചു. ശരിക്കും നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരാളാണ് ഒരു ആത്മീയ ഗുരു. പക്ഷേ ഇന്ന് എത്രത്തോളം ആത്മാർത്ഥതയുള്ള ഒരു ഗുരുക്കന്മാർ ഉണ്ട് എന്നത് സംശയമാണ്. എങ്കിലും ഒരു ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ
അവർ ഒരു ഋഷി തന്നെ ആവണം എന്നില്ല. അതായത് ഇന്നത്തെ കാലത്ത് എന്നാൽ നമുക്കൊരു വിഷമം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ പോയി സംസാരിക്കാൻ, തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാത്തതാണ് ഇന്ന് പലരുടെയും പ്രശ്നം. അപ്പോൾ പണ്ടൊക്കെ ഈ രാജാക്കന്മാർ പുരോഹിതന്മാരെ സ്വീകരിക്കുന്നത് തന്നെ അവർക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ധൗമ്യ മഹർഷിയെ അവർ പുരോഹിതനായി സ്വീകരിച്ചത്. ഇങ്ങനെ ധൗമ്യ മഹർഷിയുടെ പൗരോഹിത്യം കിട്ടിയപ്പോൾ തന്നെ അവർക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അവർക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്ന ആ നിരാശയൊക്കെ പോയി. തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യവും രാജ്യസമ്പത്തും അധികാരവും ഒക്കെ തിരിച്ച് കിട്ടുമെന്ന് തന്നെ അവർ ആ സമയത്ത് ഉറച്ചു വിശ്വസിച്ചു. മാത്രമല്ല, എന്തിനാണോ ഇപ്പോൾ പാഞ്ചാല രാജ്യത്തേക്ക് പോകുന്നത്, ആ പാഞ്ചാലി തങ്ങൾക്ക് സ്വന്തമാകും എന്നും ഒരാത്മവിശ്വാസം പാണ്ഡവർക്ക് ഉണ്ടായി. അങ്ങനെ അമ്മയോടുകൂടെ ബ്രാഹ്മണ വേഷത്തിൽ തന്നെ ആരുമറിയാതെ ഒരു മഹോത്സവം നടക്കുന്ന ആ പാഞ്ചാല രാജ്യത്ത് പാണ്ഡവന്മാർ എത്തിച്ചേർന്നു. മഹാ